വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്നൊരു DIYയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പഴയ വളയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി DIY ആണ്. അതായത് നമ്മൾ ഷോളുകൾ ഒരുപാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെഗിങ്സൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമുക്കൊരു ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫ് ഓർഗനൈസറാണ് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ടിപ്സ്, ഇതാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഇടാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം. പിന്നെ വിചാരിച്ചു നമ്മുടെ ഇതിലുള്ള ഐഷാസ് കിച്ചണിലല്ല ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉള്ള ഒരുപാട് വ്യൂവേഴ്സിന് എന്തായാലും ഉപകാരപ്പെടുന്നു വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാങ്ങർ വേണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെ എടുക്കുക, കാരണം നമ്മൾ ഒരുപാട് ഹാങ് ചെയ്ത് വെക്കുമ്പം നല്ല സ്ട്രോങ് ഉള്ളത് തന്നെ വേണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം വളകൾ വേണം. വളകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളകൾ തന്നെ യൂസ് ചെയ്യുക. കമ്പി വളകളൊക്കെ കിട്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല നമ്മൾ പ്രസ് ചെയ്താലും നിളങ്ങാത്ത കമ്പി വളകൾ അതുതന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇത് കുഴപ്പമില്ല, പക്ഷേ ഇതിലും നല്ലത് കുറച്ചുകൂടെ നമുക്ക് നാട്ടിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളകൾ കിട്ടും, അതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ ഉള്ള വുളൻ ത്രെഡ് യൂസ് ചെയ്യുക. ഒരു കളർ മതിയെങ്കിൽ ഒരെണ്ണം മതിയാകും. ഞാനിപ്പോൾ 2 കളറിലാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോയും എടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രീനും എടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ഈ ഷെൽഫ് ഓർഗനൈസർ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വുളൻ ത്രെഡ് ഒരു 4 പീസാക്കിയിട്ട് നമ്മൾ ഒന്ന് മടക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഈ വളയുടെ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓരോന്ന് വെച്ച് റോൾ ചെയ്യുന്നതും നല്ലത് ഇതുപോലെ 4 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് റോൾ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഫിനിഷായി കിട്ടും. നമുക്ക് ഒരുപാട് വളകൾ ചെയ്തെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 4 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാതും ഈ വലിയ വുളൻ ത്രെഡ് ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്തെടുക്കേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ ഒരു വള എടുക്കാം. അപ്പോൾ 4 എണ്ണം ഒരുമിച്ച് വെച്ചത് ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ കെട്ടിക്കൊടുക്കണം. പിന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും, പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചൊന്ന് പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയ നൂലല്ലേ, അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഈ വളയുടെ ഇങ്ങനെ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് നല്ല ടൈറ്റായിട്ട് ചുറ്റിച്ചെടുക്കണം. നമ്മളിപ്പോൾ 4 നൂല് ഒരുമിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്, ഇതിൻ്റെ അകത്തൂടെ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു കുറച്ച് കട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ 4 എണ്ണം ഒരുമിച്ച് അല്ലെങ്കിൽ 6 എണ്ണം ഒരുമിച്ച് 6 നൂല് ഒരുമിച്ചൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വളകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആവും. ഒരുപാട് വളകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴയ വളകൾ കൊണ്ടാണ് ഇത് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ അടുത്ത് പഴയ വളകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വള ഇതുപോലെ മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ത്രെഡ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കുറച്ച് പീസ് ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ. എന്നിട്ട് അവിടെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ഈ ഒരു നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ എല്ലാ വളകളിലും കെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നൂല് ലൂസായി പോകും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഷോളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുമ്പം നൂല് ലൂസാവാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. വീണ്ടും ഞാൻ അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വീണ്ടും ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
നമുക്കിത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു വള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മഞ്ഞ നൂലുകൊണ്ടും ഇങ്ങനെ വള ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വള മഞ്ഞ നൂലുകൊണ്ടും കുറച്ച് പച്ച നൂലുകൊണ്ടുമാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു വളയുടെ സെറ്റിൽ ഇതുപോലെ 4 എണ്ണം കുറച്ച് വീതിയുള്ളതുണ്ട്. അപ്പോൾ ഞാൻ 2 എണ്ണം യെല്ലോ കളറിലും 2 എണ്ണം ഗ്രീൻ കളറിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 അറ്റത്തും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വളകളൊക്കെ ഞാനിപ്പോൾ നൂലുകൊണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. പച്ചയും മഞ്ഞയും കളറിലുള്ള വളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹാങ്ങറും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഹാങ്ങറിൽ ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് പച്ച നൂല് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പച്ച നൂല് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 6 നൂല് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വളകളുടെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിലും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിങ്ങനെ ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഷെൽഫിൻ്റെ അകത്ത് നമ്മൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നെങ്കിൽ ഈ ഹാങ്ങറിൽ ഇതുപോലെ വളകൾ എല്ലാം നന്നായിട്ട് കെട്ടി വെച്ചാൽ മതിയാകും. ഹാങ്ങർ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ വളകളും നമ്മൾ ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വളകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പി വളകളൊക്കെ നാട്ടിൽ കിട്ടും. പ്ലെയിൻ ബ്ലാക്കിൽ അല്ലെങ്കിൽ സിൽവർ കളർ വളകളൊക്കെ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഷെൽഫ് ഓർഗനൈസർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഈ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ നമ്മുടെ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്രീൻ കളർ കൊണ്ട് മൊത്തത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു യെല്ലോ കളർ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, നമ്മൾ 2 കളറാണല്ലോ ഇവിടെ ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ കൊണ്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഹാങ്ങർ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ വളകൾ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചല്ലോ. ഇനി നമ്മളിത് എങ്ങനെയാണ് കെട്ടി വെക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ബാക്കി വന്നിട്ടുള്ള ത്രെഡൊക്കെ ഉണ്ടല്ലോ ഈ വളകളുടെ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഒന്നൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ അടുത്ത് ഇവിടെ ഓൾറെഡി ഇതുപോലെ ഒരു 2-3 ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ചുറ്റിയെടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഹാങ്ങറും പിന്നെ കുറേ വളകൾ, പല മോഡൽ വളകളെല്ലാം കൂടി കെട്ടി വെച്ചിട്ട് മക്കളുടെ കുറേ ഐറ്റംസ് കാണാതെ പോകുന്ന എപ്പോഴും സ്ഥിരമാണ് ഇവിടെ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ത്രെഡ് കൊണ്ട് ഇങ്ങനെ കളർഫുള്ളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ കെട്ടി വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 അറ്റത്തുള്ള പച്ച വളകളുണ്ടല്ലോ, അത് നല്ല വീതിയുള്ള വളകളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ താഴത്തെ 2 മഞ്ഞ വളകളും നല്ല വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഞാൻ ഒരു 4-5 നൂല് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ, കാരണം നമ്മൾ ഇതിലാണ് ഹാങ് ചെയ്ത് ഇടുന്നത്. ഷോൾ ആയാലും ലെഗിങ്സ് ആയാലും ഒക്കെ നമ്മൾ ഇതിലാണ് ഹാങ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കണം. ഞാൻ നൂലുകൊണ്ട് ഒരു 2-3 തവണ കെട്ടി കൊടുക്കുന്നുണ്ട്, എന്നാലേ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനുള്ളതല്ല, അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കുക. അപ്പം ഞാൻ ഫസ്റ്റത്തെ ലൈനിലുള്ളത് ഏകദേശം നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. മുകളിലും കെട്ടി വെക്കണം, അതായത് ഓരോ വളകളും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമ്മൾ എല്ലാം കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ കെട്ടി കൊടുക്കണം. അപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി 2 വളകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ എല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വളകൾ നന്നായിട്ട് കെട്ടി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലേ നല്ല ക്ലിയറായിട്ട് നമുക്കത് ഹാങ് ചെയ്തിടാൻ പറ്റുള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടണമെങ്കിൽ എല്ലാം കൂടി നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഹാങ്ങറിൻ്റെ ബാക്കാണ്. നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്താലാണ്, നമ്മൾ കെട്ടി കൊടുക്കുന്ന ഭാഗമാണ് ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് സൈഡ് കിട്ടും. അപ്പോൾ 2 സൈഡും യൂസ് ചെയ്യാം കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. ഇനി കുറച്ചുകൂടെ ഒരു ഭംഗി കൊടുക്കണമെങ്കിൽ ഇതുപോലെ ആ നൂല് നമ്മൾ കെട്ടി കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു ടേപ്പിന് 3 ദിറംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാങ്ങർ നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. 10 ദിറംസേ ഉള്ളൂ ഇവിടെ UAE ഈ ഒരു ഹാങ്ങർ. നമ്മൾ പഴയ സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പം മാക്സിമം നമ്മൾ സാധനങ്ങൾ കുറയ്ക്കില്ല നല്ലത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ റിബൺ എന്തെങ്കിലും, സാറ്റിൻ്റെ റിബൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ആ ഒരു നൂല് കാണണ്ടെന്നാണെങ്കിൽ മാത്രം. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ബാക്കി വരുന്ന നൂലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്രികയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് വളകൾ വെറുതെ കിടക്കുന്നുണ്ടാവും, ഒരുപാട് ഹാങ്ങറുകൾ വെറുതെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. കാരണം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷെൽഫ് ഓർഗനൈസറാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഒരൊറ്റ ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വെക്കാം. പ്രത്യേകിച്ച് ഇതുപോലെ ഒരുപാട് ഷോളുകളൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന ഇങ്ങനത്തെ ഒരു ഹാങ്ങർ ഒരെണ്ണം മതിയാവും നമുക്ക് എല്ലാ ഷോളും ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. വളരെയധികം ഉപകാരപ്പെടുന്നൊരു ഷെൽഫ് ഓർഗനൈസറാണ് എനിക്കിത് കേട്ടോ. പിന്നെ ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈ ഒരുപാടുണ്ടെങ്കിൽ അത് ഹാങ് ചെയ്ത് വെക്കാം. സോക്സ്, പിന്നെ ബെൽറ്റ്, ഇതെല്ലാം ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഷെൽഫ് ഓർഗനൈസറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീട്ടിൽ എന്തായാലും പഴയ വളകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്